ഒരു വസ്ത്രവ്യാപാരത്തിലോട്ട് കടന്നു വന്നത്? ഒരു പാഷനോടുകൂടിയാണോ? അതോ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഒരു ബിസിനസ് തുടങ്ങിയേക്കാം എന്ന് കരുതി തുടങ്ങിയതാണോ? ഒരു പാഷനുണ്ട്. രണ്ടാമത് പറഞ്ഞ സാധനം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ബിസിനസ്സിന് പൈസ വേണ്ട. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് പോലും എൻ്റെ വീട്ടിൽ ആൾ വരുമ്പോൾ ഞാൻ കടയിരിക്കുക. ഈ മൽബറിയുടെ ഇല മാത്രം തിന്നെ ജീവിക്കുന്ന പുഴുണ്ടല്ലോ, പുഴു കഴിക്കാൻ തീരുമാനിക്കുന്ന ഒരു ജീവിതത്തിൽ ഞാൻ ഇനി ഇത് കഴിക്കുന്നില്ല തീരുമാനിക്കും. അതിനെന്താ, ഇത് പട്ടിണി കിടക്കാൻ തുടങ്ങും. പട്ടിണി കിടക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ നേർത്ത ശരീരത്തിൽ രാസപ്രവർത്തനമൊക്കെ നടന്നിട്ട് ഇതിന് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാകും. പക്ഷെ ആ വേദനയുടെ കാലം കഴിയുമ്പോഴാണ് അത് ആ പുഴുവിൽ നിന്ന് മനോഹരമായ ചിത്രശലഭമായിട്ട് അത് പറക്കാൻ പറ്റുന്നത്. നമ്മുടെ മുന്നിൽ അവസരങ്ങളുണ്ട്. ആ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുക, അവിടുന്ന് നമുക്ക് വേണ്ടത് കണ്ടെത്തുക. ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളോടും അല്ലെങ്കിൽ എല്ലാവരോടും എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് 2 കാര്യങ്ങൾ വേണം. ഒന്ന് തൊലിക്കട്ടി, പിന്നെ ചങ്കൂറ്റം, പിന്നെ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സത്യസന്ധത. പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ചെല്ലണം, എന്നിട്ട് പോയി പ്രശ്നത്തെ നേരിടണം. ഏറ്റവും വലിയ ലേണിംഗ് പ്രധാനമാട്ടോ. നിങ്ങൾ ഏത് ബിസിനസ് ചെയ്താലും ലേണിംഗ്. നിങ്ങൾ എത്ര വട്ടം വീണു എന്നതല്ല കാര്യം, എത്ര വട്ടം വീണെടുത്തുനിന്ന് എഴുന്നേറ്റു എന്നതിനകത്ത കാര്യം. അതിന് ചങ്കൂറ്റുള്ള ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് ബിസിനസ്. വളരെ ഈസിയാണ്. ബിസിനസ്സിൽ 4 എമ്മുകളാണ് ഉള്ളത്. അതായത് 1 മെറ്റീരിയൽ, 2 മണി, 3 മെഷീൻ, 4 മെൻ. ഇപ്പോൾ ഒരു വസ്ത്രവ്യാപാരം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ സൗന്ദര്യത്തിൻ്റെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? സാറിൻ്റെ ഒരു സൗന്ദര്യത്തിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അയ്യോ, എനിക്ക് എന്നെക്കുറിച്ച് വേണമെങ്കിൽ ഞാനൊരു വായ നോക്കിയ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വേറെ ഇരിക്കുന്ന ഡ്രസ്സാണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ നിറത്തിന്, നിങ്ങളുടെ വെയ്റ്റിന് മാച്ച് ചെയ്യുന്ന ഡ്രസ്സാണോ, ഇതിലേക്ക് നമ്മുടെ നോട്ടം. നിങ്ങൾ വന്ന് ഒരു സാധനം വാങ്ങിച്ചു, കണ്ടിഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ സെയിൽസ്മാൻ നിങ്ങൾക്ക് എൻ്റെ ക്വാളിറ്റിയും എല്ലാം പറഞ്ഞു തന്നു, നിങ്ങൾ കൺവീനിയൻസ് ആയി, ആ സാധനം നിങ്ങൾ ക്യാഷ് കൊടുത്ത് മേടിച്ചു, ആ സെയിൽ ക്രോസ് ആയി. അവിടെ തീരുന്നില്ല ബിസിനസ്. നിങ്ങൾ അവിടുന്ന് പോയി, നിങ്ങൾ ആ സാധനം ഉപയോഗിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറായി അല്ലേ. ഇത് നിങ്ങൾ വേറൊരാളോട് പറയുമ്പോൾ, എമ്മിൽ പോയി വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ അത് ബ്രാൻഡായി. കൊട്ടാരക്കരയിലെ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസ് ആയിട്ടുള്ള AM സിൽക്സിന്റെ ഓണർ മിസ്റ്റർ സക്കറിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം സർ. ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാട് എന്ന് അറിയപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോയവർ പോലും കുറച്ച് തുണിയെടുത്ത് വീട്ടിൽ വന്ന് ഓൺലൈൻ വഴി അത് സെല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പോകുന്നു വസ്ത്രവ്യാപാരം? അതിപ്പോൾ നമ്മൾ നിർത്തിയെടുത്ത് തുടങ്ങാം. ഈ ഓൺലൈൻ വഴി സെയിൽ ചെയ്യുന്ന കാര്യം. നിങ്ങൾ ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാറുണ്ടോ? തീർച്ചയായും ഉണ്ട്. കംഫർട്ടാണോ? ചില സമയങ്ങളിൽ നമുക്ക് നല്ലത് കിട്ടും. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് പണ്ടല്ല, ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ അഭിജിതരോട് ചാറ്റ് ചെയ്തിട്ട് ഇയാളെ കാണാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമ്മൾ തകർന്നു പോകും. ഇപ്പം നമ്മൾ പല ഫോട്ടോസ് കിട്ടുന്നത് എന്നാണ് കിട്ടുന്നത്. ആ ഫോട്ടോസ് കണ്ടിട്ട് നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് വരുന്ന സാധനം വേറെ എന്തെങ്കിലും ആയിരിക്കും. അതെ. പിന്നെ അതേപോലെ തന്നെ നമ്മളൊരു ലിഫ്റ്റിൽ കയറിയത്, ഇപ്പം അതിൽ ഓരോ ഫ്ലോറിൽ നിന്ന് നമ്മൾ ഇട്ടേക്കുന്നത് അതേ ബസ്സുമായിട്ട് ആൾക്കാർ കയറിക്കൊണ്ടിരിക്കും. ട്രെയിനിൽ കയറിയാൽ, ബസ്സിൽ കയറിയാൽ, നിങ്ങൾ നേരിട്ട് ടെക്സ്റ്റൈൽ പോയി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് തീരുമാനിക്കാം എന്തെടുക്കണം എന്തെടുക്കണ്ട. പിന്നെ അതിനേക്കാൾ വലുതെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് ഭാര്യയും ഭർത്താവും മക്കളെല്ലാം കൂടി ഒരുങ്ങി കാറിൽ കയറി അല്ലെങ്കിൽ ബസ് പിടിച്ച് അല്ലെങ്കിൽ ഓട്ടോ പിടിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടെക്സ്റ്റൈൽ ഉണ്ടാവും. അവിടേക്ക് നിങ്ങൾ പോയി ഡ്രസ്സൊക്കെ എടുത്ത് ഒരു ബിരിയാണിയൊക്കെ തിന്ന് ഒരു സിനിമയൊക്കെ എന്താ വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. അത് നിങ്ങൾ ഓൺലൈൻ പർച്ചേസ് ചെയ്താൽ കിട്ടുമോ? ഇല്ല. ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. അതെ. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം ഒരു റിസ്കി ഉണ്ട് ഈ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ ഇത്രയും വലിയൊരു ഷോറൂം നടത്തിക്കൊണ്ട് പോകുമ്പോൾ? റിസ്ക് നമ്മൾ പറയുന്നത് എല്ലാ ബിസിനസ്സും റിസ്ക് തന്നെയാണ്. വെച്ചാൽ ആനയ്ക്ക് തരിവാരം, ഉറുമ്പിന് അരിവാരം, അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. എല്ലാ ബിസിനസ്സിനും അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പല ടെക്സ്റ്റൈൽ മുതലാളിമാരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പം പഴയതുപോലെ സെയിലില്ല. അത് ചുമ്മാ പറയാം. എന്താ വെച്ചാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ഡ്രസ്സ് ഈ വർഷം എടുത്തിട്ടില്ലേ? ഉണ്ടാവണം, നല്ല ഉണ്ട്. അടുത്ത വർഷം ഇതിനേക്കാൾ കൂടുതൽ എടുക്കും. പിന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യം, ഒരു ഇവൻറ്റിന് നമ്മൾ ഇട്ട ഡ്രസ്സ് നമ്മൾ ഒരിക്കലും ഒരു ക്യാമറയുടെ മുമ്പിലോ മറ്റൊക്കെ നമ്മൾ അപ്പോൾ നമ്മളെപ്പോഴും ക്യാമറയായിട്ട് അപ്പോൾ ആൾക്കാർ നടക്കുന്നത് തന്നെ. അപ്പോൾ അവിടെയൊക്കെയുള്ള നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സാധ്യത കൂടുക ചെയ്യുന്നു.
അത് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ അതിനെ പരമാവധി ഉപയോഗപ്പെടുത്തുക. അതായത് തൃശ്ശൂർ പൂരം നടക്കുന്ന സമയത്ത് ഒരു പൂഴിമണ്ണ് നിലത്തോട്ട് വീഴാൻ സ്ഥലം കാണത്തില്ല. ഉണ്ടോ? ഇല്ല. പക്ഷേ ഗുരുവായൂർ കേശവനെ എറിയണോ പോയാലോ എല്ലാവരും മാറിക്കൊടുക്കും. അവിടെ നിൽക്കുന്നവർ മാറിക്കൊടുക്കും, കച്ചവടക്കാർ മാറിക്കൊടുക്കും. അവൻ തീരുമാനിച്ച പോലെ അവൻ ഓടാം. അത് കണക്ക് തന്നെയാണ് അവസരങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പം കാലഘട്ടത്തിൻ്റെ കുറ്റം പറയുക, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നിൽക്കുന്ന ചുറ്റുപാടിനെ കുറ്റം പറയുക ചെയ്യാതെ നമ്മുടെ മുമ്പിൽ എല്ലാം അവസരങ്ങളുണ്ട്. പ്രതിസന്ധിയാണ് അവസരങ്ങൾ സൃഷ്ടിക്കുന്നത്. എങ്ങനെയാണ് ഈ ഒരു വസ്ത്രവ്യാപാരത്തിലോട്ട് കടന്നു വന്നത്? ഒരു പാഷനോടുകൂടിയാണോ? അതോ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ട്, ഒരു ബിസിനസ് തുടങ്ങിയേക്കാം എന്ന് കരുതി തുടങ്ങിയതാണോ? പാഷൻ ഉണ്ട്. രണ്ടാമത് പറഞ്ഞ സാധനം എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. ബിസിനസ്സിന് പൈസ വേണ്ട. നമ്മളെല്ലാവരോടും പറയുന്നത് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ബാക്കിയെല്ലാം താനെ വരും. ഇപ്പം നിങ്ങളൊരു വീട് വയ്ക്കുന്നു, ഒരു വീട് വെച്ചാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനായിരിക്കും ചിലപ്പോൾ ഒരു വീട് വയ്ക്കുന്നത്. ഇപ്പം നിങ്ങളുടെ സാമ്പത്തികം എന്താണോ, പക്ഷെ നിങ്ങൾ ഒരു 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ വെച്ച വീടേ ആയിരിക്കത്തില്ല അത്, അല്ലേ? നിങ്ങൾ ആൾട്രേഷൻ നടത്തുന്നുണ്ട്, അത് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്, അടുത്ത വസ്തു നിങ്ങൾ മേടിച്ചതിനകത്ത് ചേർക്കുന്നുണ്ട്, അതിനകത്ത് പണിയുന്നുണ്ട്. അങ്ങനെ നിങ്ങളുടെ വളർച്ചയ്ക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. ആ വീടിൻ്റെ സ്റ്റൈൽ മൊത്തം തന്നെ മാറിക്കൊണ്ടേയിരിക്കും. ഇതുപോലെയാണ് നമ്മൾ ചെയ്യുന്ന ബിസിനസ്സുകളും. അത് നമ്മളതിൽ കസ്റ്റമറുടെ റിക്വയർമെൻറ്റ് എന്താണെന്ന് നമ്മൾ അറിയുന്നു. അപ്പം നമ്മൾ തുടങ്ങിയെടുത്തുനിന്നായിരിക്കത്തില്ല അത് കൊണ്ടുപോകുന്നത്. നമ്മൾ കസ്റ്റമറുടെ നീഡ് അറിഞ്ഞ് അവരുടെ റിക്വയർമെൻറ്റ് അറിഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിന് ഗ്രോത്ത് തന്നെ ഉണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് പാഷൻ ഉണ്ടായിരുന്നു. വെച്ചാൽ കുട്ടിക്കാലത്ത് നമുക്ക് തുണിയെന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ഒരു കാക്കി നിക്കർ മേടിച്ചു തരും. ഈ കാക്കിയുടെ പ്രത്യേകത വെച്ചാൽ ഇത് കീറത്തില്ല, പെട്ടെന്നൊന്നും കീറത്തില്ല. ഞങ്ങളൊക്കെ 80-90 കിഡ്സാണ്. ഇന്ന് ജീവിക്കുന്നതിനൊരു സുവർണ്ണ കാലഘട്ടം കടന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ പലതും കണ്ടിട്ടുള്ളവരാണ് ഞങ്ങൾ. പലരുടെ വളർച്ചയും ഈ ലോകത്തിൻ്റെ മാറ്റവും എവരി ആൻഡ് ടീച്ചിങ്ങിനെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വെച്ചാൽ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരു കിട്ടാക്കനിയാണ്. ഓണത്തിനോ അല്ലെങ്കിൽ പെരുന്നാളിനോ, ഈ പെരുന്നാളിന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത പെരുന്നാളിനെ കിട്ടത്തുള്ളൂ. ഈ ഓണത്തിന് കിട്ടി കഴിഞ്ഞാൽ അടുത്ത ഓണത്തിനേ കിട്ടത്തുള്ളൂ. അതായത് കുളിക്കാൻ അന്ന് ഇങ്ങനെ പറഞ്ഞാൽ ഈ നമ്മൾ കുളിക്കുന്ന ബാത്റൂം സോപ്പിന് നമ്മൾ പറയുന്നത് മണസോപ്പെന്നാണ് പറയുന്നത്. ആ തുണിയുടെ സോപ്പിട്ടായിരുന്നു നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ കുളിക്കുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മളിങ്ങനെ ഓരോന്ന് കണ്ട് വരുമ്പോൾ പിന്നീട് നമുക്ക് അപ്പോൾ കിട്ടാത്ത എന്ത് സാധനത്തിലൂടെ നമുക്കൊരു ആഗ്രഹം തോന്നും. അപ്പം ഒന്നാമതായിട്ട് നമുക്ക് വേണ്ട ഈ ആഗ്രഹമാണ്. ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ അവിടേക്ക് എത്തും, ബാക്കിയെല്ലാം നമ്മുടെ പുറകെ വരും. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് പോക്കറ്റ് മണിക്ക് വേണ്ടി നമ്മൾ ഈ ഭിത്തിയിലൊട്ടിക്കുന്ന പടമുണ്ട്, അറിയാമോ? നമ്മുടെ വീട്ടിൻ്റെ ഭിത്തിയിലൊക്കെ ഒട്ടിക്കും. മമ്മൂട്ടി, മോഹൻലാൽ, ദിലീപും, പിന്നെ നല്ല നല്ല സീനറികൾ, ഇഷ്ടപ്പെട്ട ദൈവങ്ങൾ. ഈ പടം വിൽക്കാൻ പോകുമായിരുന്നു നമ്മൾ. വീടുകളിൽ ഈ പടം വിൽക്കാൻ പോകുമായിരുന്നു. അതും ബിസിനസ്സാണ്. അങ്ങനെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ആകാശത്തിൻ്റെ ചുവട്ടിൽ ഞാൻ ചെയ്യാത്ത ബിസിനസ്സുകളും പണികളും ഇല്ലെന്ന് തന്നെ പറയാം. ഹോട്ടൽ നടത്തിയിട്ടുണ്ട്, പലചരക്കട എന്ന് വെച്ചാൽ നല്ല അറിയപ്പെടുന്ന AMO പോലെ ബ്രാൻഡായിട്ടുള്ള ഒരു പലചരക്കട അറിയപ്പെടുന്ന വിധത്തിന് 10 കൊല്ലത്തോളം ഞാൻ നടത്തി. എന്നിട്ട് മടുപ്പ് കാരണം ഞാൻ നിർത്തിയതാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ അവിടെ ഇരുന്നൊരു പലചരക്ക് മുതലാളിയായിട്ട് തന്നെ ഇരുന്ന് പോകുന്നത്. അതായത് രാവിലെ 7-8 മണിയാകുമ്പോൾ പോയി അവിടെ കസേരയിൽ ഇരിക്കുക, എന്നിട്ട് രാത്രി 9 മണിക്ക് കട അടച്ചിട്ട് വീട്ടിൽ പോവാം. മൊത്തം നമ്മളാണ് ഇത് ചെയ്യുന്നുണ്ട്. വെറുതെ ഇരുന്ന് ചെയ്യുക, അത് കൊടുക്കുക, കഴിക്കുക, എടുക്കുക. എൻ്റെ ബാച്ചുകാരൊക്കെ ഒരു വണ്ടിയുടെ CC അടയ്ക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് 1500 രൂപയൊക്കെ ഉള്ളൂ ഒരു വണ്ടിയുടെ CC അടയ്ക്കാൻ. ആ സമയത്ത് നമ്മൾ ലക്ഷങ്ങളിട്ട് ഡീൽ ചെയ്യായിരുന്നു. അപ്പം ഇതൊരു സുപ്രഭാതം ഞാനങ്ങ് നിർത്തുക. എന്താ വെച്ചാൽ എങ്ങോട്ട് പോകാൻ സമയം എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടം എന്ന് പറയുന്നത് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. യാത്ര നമ്മളെ ഭയങ്കരമായിട്ട് മാറ്റും. അപ്പോൾ എനിക്ക് എങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ തലേന്ന് പോലും എൻ്റെ വീട്ടിൽ ആൾ വരുമ്പോൾ ഞാൻ കടയിരിക്കുക. അന്ന് രാത്രി 9 മണി കട അടച്ചിട്ടാണ് ഞാൻ പോകുന്നത്. അന്ന് കല്യാണത്തിൻ്റെ അന്ന് കട അവധി. എന്നിട്ട് കല്യാണം കഴിഞ്ഞ് അന്നൊരു ദിവസം കട തുറന്നില്ല. പിറ്റേന്ന് രാവിലെ ഞാൻ കടയിലുണ്ട്. കാരണം ആ കടയിൽ ഞാൻ പോയില്ലെങ്കിൽ കടയില്ല. എൻ്റെ കാലൊടിഞ്ഞ് അന്ന് എൻ്റെ ഏറ്റവും വലിയ ആശങ്ക വെച്ച് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് കാലൊടിഞ്ഞ് ആശുപത്രി കിടന്നാൽ 1 മാസം കട തുറക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റാതിരുന്നാൽ പിന്നെ എന്ത് ചെയ്യും? അത് ബിസിനസ് എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഒരു സെൽഫ് എംപ്ലോയിയാണ് ഞാൻ ചെയ്യുന്നൊരു പണി. അവിടുന്ന് നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴും നമ്മുടെ പണം നമുക്ക് വേണ്ടി വർക്ക് ചെയ്യണം എന്നുള്ളൊരു തോട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് വിടുന്നത്. സാറിൻ്റെ സ്റ്റോറി ഭയങ്കര ഒരു ഇൻസ്പിറേഷനാണ് പലർക്കും, അല്ലേ? അപ്പോൾ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കുട്ടികളോടും അല്ലെങ്കിൽ എല്ലാവരോടും എന്താണ് പറയാനുള്ളത്? തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് തന്നെ തുടങ്ങാം, നാളത്തേക്ക് വയ്ക്കാതെ ഇന്ന് തന്നെ തുടങ്ങാം. എന്നിട്ട് നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോഴായിരിക്കും ആദ്യം നമുക്ക് വേണ്ടത്
ഫസ്റ്റ് 2-3 കാര്യങ്ങൾ വേണം. ഒന്ന് തൊലിക്കട്ടി, നമുക്ക് എവിടെയും വേണ്ട ഒരു ചർമ്മ സൗഭാഗ്യമാണ്, അതെ. അത് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നെ ചങ്കൂറ്റം, പിന്നെ മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സത്യസന്ധത. പ്രശ്നങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് ചെല്ലണം, എന്നിട്ട് പോയി പ്രശ്നത്തെ നേരിടണം. അപ്പം ആരെങ്കിലും തുടങ്ങാൻ വേണ്ടി നിൽക്കുന്നവരുണ്ടെങ്കിൽ പ്രതിസന്ധി അതൊരു അവസരമായിട്ട് കാണും. പക്ഷേ ഏറ്റവും വലിയത് ലേണിങ് പ്രധാനമാട്ടോ. നിങ്ങൾ ഏത് ബിസിനസ് ചെയ്താലും ലേണിങ്, നിങ്ങളെ ബിസിനസ് റിലേറ്റഡ് ആവട്ടെ അല്ലാതെ ആവട്ടെ ഉള്ള അറിവ് ഭയങ്കരമാണ്. എങ്കിലേ നമുക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും, ആ ബിസിനസ് സക്സസ് ആവത്തുള്ളൂ. ഈ ആൽക്കമിസ്റ്റ് വായിച്ചിട്ടുണ്ടോ? പൗലോ കൊയ്ലോയുടെ അതിൽ ഡയലോഗ് നമ്മളെല്ലാം പറയാം, നിങ്ങൾക്ക് വേണ്ടി നിങ്ങളൊരു കാര്യം തീരുമാനിച്ചാൽ പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുമെന്നൊക്കെയുള്ള ഡയലോഗൊക്കെ നമ്മൾ വായിച്ചത്. പക്ഷേ ഇത് എവിടെ നിന്നാണ് നമ്മൾ വായിച്ചത്? അത് ആൽക്കമിസ്റ്റ് എന്ന ലോകത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ചിട്ടൊരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. അത് എഴുതിയ ആളുടെ പൗലോ കൊയ്ലോ. അതിൻ്റെ റെക്കോർഡ് ആരും തകർത്തിട്ടില്ല. അതൊരു കഥയാണ്, സാന്റിയാഗോ എന്ന് പറയുന്ന ഒരു ആട്ടിടയൻ്റെ കഥയാണ്. അപ്പോൾ അവന് ഒരു നിധി എവിടെ ഇരിക്കുന്നു അവൻ സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന് വേണ്ടി പുറപ്പെടാൻ പോകുന്ന ഒരു ഗ്രാമീണനായ ആട്ടിടയൻ. അവൻ്റെ ഏറ്റവും വലിയ ലോകം എന്ന് പറയുന്ന ആട്ടിൻകൂട്ടമാണ്. ആ ആട്ടിൻകൂട്ടത്തെ വിൽക്കാനൊന്നും അവൻ തയ്യാറല്ല, അതല്ലാതെ അവൻ ജീവിക്കാൻ പറ്റത്തില്ല. ഞാനിൽ പലചരക്കടയുന്ന കാര്യം പറഞ്ഞു നടക്കുകയാണ്. ഇവനൊരാഗ്രഹം, നിധി ഇരിപ്പുണ്ടെന്ന്. ഇവനെങ്ങനെ ഈ ആട്ടിൻകൂട്ടത്തെ അവനൊരിക്കലും അത് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ എങ്ങനെ അവൻ ഉപേക്ഷിക്കേണ്ടി വരുന്നു? നിധി ഇരിക്കുന്ന സ്ഥലം പറഞ്ഞു കൊടുത്ത ഒരാൾക്ക് ഈ ആട്ടിൻകൂട്ടത്തെ മൊത്തം കൊടുക്കുകയാണ്. അതിൽ ആ വിറ്റ് പൈസയായിട്ട് അവൻ പോവുക. ആ പോയി യാത്രയുണ്ടല്ലോ, അതൊരു 1.5 യാത്രയായിരുന്നു. കാരണം വെച്ചാൽ അവൻ കാണാത്ത രോഗങ്ങളും അധികാരങ്ങളും ഒന്നുമില്ല. അതിൻ്റെ ഓരോ യാത്രയുടെ ഓരോ ഘട്ടങ്ങളിലും വരുമ്പോൾ അവന് നിധിയേക്കാൾ വലിയ രാജ്യം തന്നെ കൊടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഒരു രാജ്യത്തെ പ്രശ്നത്തിൽ അവൻ ഇടപെടുന്നു. അപ്പം നമ്മുടെ മുന്നിൽ അവസരങ്ങളുണ്ട്, ആ പ്രശ്നത്തിൽ നമ്മൾ ഇടപെടുക, അവിടുന്ന് നമുക്ക് വേണ്ടത് കണ്ടെത്തുക. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് അവസരമുണ്ട്, എനിക്ക് കാണാൻ പറ്റും എനിക്ക് വേണ്ടത് എന്താണ്. അതിന് നമുക്ക് ലേണിങ് അത്യാവശ്യം. അപ്പോൾ എൻ്റെ ഈ കാശുണ്ട് അല്ലെങ്കിൽ എനിക്ക് ബാക്കിയെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ ആവത്തില്ല. ലേണിങ് നിങ്ങൾ സക്സസ് ആയി ആര് വേണമെങ്കിലും എടുത്തു നോക്കിയാൽ മതി, അവർ നന്നായിട്ട് വായിക്കുകയോ അല്ലെങ്കിൽ അറിയുകയോ ചെയ്യുന്നവരാണ്. ആ ഒരു യാത്ര ഉണ്ടെങ്കിൽ മാത്രമേ ബിസിനസ്സിന് എവിടെയെങ്കിലും എത്താൻ പറ്റൂ. സാറിന്റെ ലേണിംഗ് പീരീഡ് അപ്പൊ എങ്ങനെയായിരുന്നു ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപൊക്കെ? എൻ്റെ ലേണിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ്സിലേക്ക് മണ്ടന വിദ്യാർത്ഥിയാണ്, നമ്മൾ പുറത്താണ് നോക്കുന്നത്. ഇപ്പോഴ് അക്കാഡമിക്കായിട്ട് ഒരാൾ പഠിക്കുകയാണെങ്കിൽ ഒരു 26 വയസ്സ് വരെയൊക്കെ പഠിക്കും. സ്കൂളിൽ പോകാത്തവനും 26 വയസ്സ് വരെ സർട്ടിഫിക്കറ്റോടുകൂടി പഠിച്ചവനും ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ഏതാണ്ട് നിലവാരം ഒരാളൊക്കെ ഇരിക്കും. എന്നുവെച്ചാൽ അവൻ പുറത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, ലേൺ ചെയ്യുന്നത്. നമ്മൾ ലേണിംഗ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്ന് വായിക്കുക അല്ലെങ്കിൽ ഒരു കോഴ്സിന് അറ്റൻഡ് ചെയ്യാനല്ല ലേണിംഗ് എന്ന് പറയുന്നത്. ഓരോ പൊട്ടും പൊടിയിലും നമ്മൾ ഒരു വിദ്യാർത്ഥി ആയിരിക്കണം. ഇപ്പം ടെക്സ്റ്റൈലിൻ്റെ ആയാലും തന്നെ എൻ്റെ മേഖലയാണ്. അപ്പം അതൊരു കടലാണ്. ഞാനവിടെ ഒരു സ്റ്റുഡൻ്റാണ്, എനിക്ക് അതിനകത്തൊന്നും അറിഞ്ഞൂടാ. ഞാൻ പരിചയപ്പെടുന്ന ഓരോ ആളിൽ നിന്നും ഞാൻ പഠിക്കുക. ആ ഒരു മനസ്സ് നമുക്ക് വേണം. നമ്മൾ എപ്പോഴത് നിർത്തുന്നുവോ അന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് ഒരുപാട് യൂണിവേഴ്സിറ്റി ഉണ്ട് ഇങ്ങനെ കിടക്കുക. സോഷ്യൽ മീഡിയ വലിയൊരു യൂണിവേഴ്സിറ്റിയാണ്, പക്ഷെ മൊത്തവും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ ഏതാണ് എടുക്കുന്നതെന്ന് സത്യസന്ധമായിട്ട് നമ്മൾ അന്വേഷിക്കണം, അത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്ത് വരേണ്ടി വരും. തുടക്കകാലത്തിൽ അങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ സാറി? അനുഭവങ്ങളേ ഉള്ളൂ, തുടക്കം മുതലല്ല. എപ്പോഴും ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് പ്രതിസന്ധികൾ വന്നുകൊണ്ടേയിരിക്കും. അത് താനേ വരുന്നതുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്. അത് പണ്ട് ഞങ്ങളൊക്കെ ഒരു ഡിഗ്രി ടൈമിലേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിയനായിരുന്നു. ഒരു ജോലിക്കും പോകത്തില്ല, മര്യാദ ക്ലാസ്സിൽ പോകത്തില്ല, ഉച്ചവരെ കിടന്നുറങ്ങിയിട്ട് ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരുണ്ട്, 6-7 പേരുണ്ട്. അവിടെ ഒരു ഗ്രാമപ്രദേശമാണ്, അവിടെ പോയി കലങ്ങലിരിക്കും. വൈകിട്ട് അന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഹോട്ടൽ എല്ലാവരുടെ പൈസ ഇട്ട് എന്തെങ്കിലും ലിക്കറൊക്കെ എടുത്ത് കഴിച്ചിട്ട് അത് 2 മണി 1 മണിയൊക്കെ ആവും നമ്മൾ വീട്ടിൽ ചെല്ലുന്നത്. അപ്പോഴത്തേന് വന്ന് കഥ തുറന്നു തരും, നമ്മൾ കയറിക്കാൻ തുടങ്ങും. പിന്നെ നമ്മൾ എഴുന്നേക്കുന്നത് എപ്പോഴാണ്? 10 മണി അല്ലെങ്കിൽ 11 മണിക്ക്. വീണ്ടും ഇത് തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ. അന്ന് നമ്മളെ കൂടെ ഇരുന്നിട്ടുള്ള സുഹൃത്തുക്കളൊക്കെ ഇപ്പോഴും അതേ കലങ്ങിൽ അവിടെ തന്നെ ഉണ്ട്. അപ്പം അവിടുന്ന് മാറണമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട. അപ്പം നമ്മൾ അങ്ങനെ നമ്മുടെ ഓരോ മാറ്റം വരുമ്പോഴും ആദ്യം നമുക്ക് ശത്രുക്കളുണ്ടാകുന്നത് എവിടെ നിന്നായിരിക്കും? നമ്മളെ ഏറ്റവും കൂടുതൽ അറിയാവുന്നവരുന്നായിരിക്കും നമ്മളെ. പിന്നെ ഇവനാണോ സാധിക്കാൻ പോകുന്നത്, അല്ലെ ഇവനാണോ ചെയ്യാൻ പോകുന്നത്, ഇങ്ങനെയുള്ള നമ്മുടെ ചുറ്റുപാടിൽ നിന്നായിരിക്കും നമ്മളെ ആദ്യം നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. അതിന് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല പറഞ്ഞാൽ കുറേ നോകൾ നമ്മുടെ മുകളിലേക്ക് ഇവർ വാരി അങ്ങ് വിതറും. അപ്പം നമ്മുടെ കോൺഫിഡൻസ് പോവും.
അപ്പോൾ ഇതിനെ സർവൈവ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആകാശം ഇടിഞ്ഞ് നമ്മുടെ തോളയിൽ നിന്നാലും നമുക്ക് താങ്ങി നിർത്താൻ പറ്റും. അപ്പം പ്രതിസന്ധി ഉണ്ട്. അരിമണി നമുക്ക് കണ്ടാൽ തിന്നാൻ പറ്റുമോ? പക്ഷെ ഇതിന് നല്ല കറി വെച്ച് തിന്നുന്ന ചോറാകണമെങ്കിൽ എന്താണ്, ഇതിനെ വെള്ളത്തിലിട്ട് 100 ഡിഗ്രി തിളപ്പിക്കുമ്പോൾ മാത്രം. അപ്പോൾ തിളയ്ക്കുന്നതിനെ സംബന്ധിച്ച് ഈ അരിയെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ ചോറാകുമ്പോഴാണ് അതിൻ്റെ ഒരു മൂല്യം, അതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുക. ഇതേപോലെയാണ് പ്രതിസന്ധികളെയൊക്കെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അതായത് ഈ ഈ മൽബറിയുടെ ഇല മാത്രം തിന്ന് ജീവിക്കുന്ന പുഴുണ്ടല്ലോ, പുഴു കഴിക്കാൻ തീരുമാനിക്കുന്നതിന് ജീവിതത്തിൽ ഞാൻ ഇനി ഇത് കഴിക്കുന്നില്ല തീരുമാനിക്കും. അതിനെന്ത്, ഇത് പട്ടിണി കിടക്കാൻ തുടങ്ങും. പട്ടിണി കിടക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ നേർത്ത ശരീരത്തിൽ രാസപ്രവർത്തനമൊക്കെ നടന്നിട്ട് ഇതിന് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും. പക്ഷെ ആ വേദനയുടെ കാലം കഴിയുമ്പോഴാണ് അത് ആ പുഴുവിൽ നിന്ന് മനോഹരമായ ചിത്രശലഭമായിട്ട് അതിന് പറക്കാൻ പറ്റുന്നത്. അപ്പം പ്രതിസന്ധികൾ വന്നുകൊണ്ടിരിക്കും. പ്രതിസന്ധി ഇല്ലാതെ നമുക്ക് ബിസിനസ്സൊന്നല്ല. ഇപ്പം നമ്മൾ ഞങ്ങളുടെ ഇപ്പോൾ വീട്ടിലെല്ലാവരും കൃഷിക്കാരാണ്. എൻ്റെ വാപ്പ ഉപ്പാപ്പ എല്ലാവരും കൃഷിക്കാരാണ്. കൃഷിയില്ലാതെ ഒന്നും അവർക്ക് അറിഞ്ഞുകൂടും. ബിസിനസ് ചെയ്യുന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ ഓണത്തിന് വെട്ടാമെന്ന് പറഞ്ഞാൽ ഏത്തവാഴ വയ്ക്കുമ്പോഴായിരിക്കും അത് കുലച്ച് അതിന് കൂമ്പൊക്കെ വന്നങ്ങോട്ട് നിൽക്കുമ്പോഴായിരിക്കും നല്ല കാറ്റടിച്ച്. അതിന് മുമ്പ് കാറ്റുണ്ട്. ഈ കുല വെട്ടുന്നതിന് മുമ്പ്, നമ്മുടെ ചിങ്ങമാസത്തിന് മുമ്പ് നല്ല മഴയും കാറ്റുമൊക്കെ ആണല്ലോ. അത് നല്ല കുഞ്ഞൻ വരുന്ന സമയത്തായിരിക്കും കാറ്റടിച്ച് മൊത്തം പോകുന്നത്. പോയില്ലേ, ആ വർഷത്തെ മുടക്ക് മുതൽ മൊത്തം പോയി, നഷ്ടമാണ്. അപ്പോൾ ഇത് ഏതിനകത്ത് ഈ ഒരു പ്രതിസന്ധി ഇല്ലാത്ത എല്ലാത്തിലും ഉണ്ട്. ആ പ്രതിസന്ധി നമ്മൾ സർവൈവ് ചെയ്ത് പോകുമ്പോഴാണ് നമ്മൾ സക്സസ്സിലേക്ക് എത്തുക. 10 കൊല്ലം ഞാൻ ഗൾഫിലേക്ക് പോയത്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ എൻ്റെ പൊട്ടൻഷ്യൽ ഞാൻ തിരിച്ചറിയുന്നൊരു സമയമാണ്. ഗൾഫിൽ ഒരു 10 കൊല്ലം നിന്നാൽ 8 കൊല്ലം നമ്മളൊന്നും ആയിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികളുടെ മേൽ പ്രതിസന്ധിയായിരുന്നു. ആ 9ാമത്തെ കൊല്ലം ഈ വലിയ പ്രതിസന്ധിയുള്ള ഒരാൾക്ക് അതിനേക്കാട്ടി വലിയ പ്രതിസന്ധി ഒന്ന് ആലോചിച്ച് നോക്കെ, അങ്ങനെ വിട്ടു. അപ്പം എന്നാൽ പിന്നെ ഈ ആത്മഹത്യ അല്ലാതെ ഒരു വഴിയില്ലെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് അന്ന് ബൂഫി എന്ന് പറയും, നമ്മുടെ ഇവിടുത്തെ നമ്മുടെ കഫ്റ്റേരിയ, ഇവിടെയൊക്കെ നമ്മുടെ കഫേയൊക്കെ ഉണ്ടല്ലോ ചായ കുടിക്കുന്നത്. മലപ്പുറത്തുള്ള ചെറുക്കൻ ആദ്യമായിട്ട് അവിടെ വന്നു 2 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ അവനായിട്ട് നമ്മൾ നല്ല കമ്പനിയാവും. നമ്മളിങ്ങനെ സംസാരിക്കുമല്ലോ, കമ്പനി നമ്മൾ ഈ നിരാശ ബാധിക്കത്തില്ലേ? ഈ ആൾക്കാർ പറയും നിരാശ ബാധിച്ചെന്ന് പറയും. ഞാനൊക്കെ നിരാശ ബാധിച്ചു എന്ന് പറയുന്നിടത്താണ് അവിടെ തുടങ്ങേണ്ടത്. നിരാശയ്ക്ക് ശേഷം പിന്നെ എന്തോ വരാനുള്ള, ഒരാൾക്ക് നിരാശയ്ക്ക് ശേഷം പിന്നെ ഒരാൾ ഒന്നുകിൽ അയാൾ ജീവിക്കാതിരിക്കുക, അടുത്ത നെക്സ്റ്റ് എന്ന് പറയുന്നത് പിന്നെ അവൻ്റെ ഗ്രോത്ത് ആയിരിക്കും. അപ്പം ഇവൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, നിങ്ങളെന്തിനാ എത്ര പ്രയാസപ്പെടുന്നത്? സൗദി അറേബ്യ 6 മാസം മതി നിങ്ങൾക്കിതൊക്കെ വീട്ടാൻ. പക്ഷെ അതൊരു ഭയങ്കര എനർജി ആയിരുന്നു. കറക്റ്റ് 6 മാസം എടുത്തില്ല, 5 മാസം കൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ബാധ്യതയും തീർത്തു. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 8 കൊല്ലം കൊണ്ട് നടക്കാത്ത കാര്യം ആ 8 കൊല്ലം കൊണ്ട് അതിൻ്റെ 6 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കി വെച്ച് വേറെ വലിയ ബാധ്യത, ഇതെല്ലാം 5 മാസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന എൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഞാൻ തിരിച്ചറിയുകയും ചെയ്യുന്നത്. അവിടുന്ന് പിന്നീട് അങ്ങോട്ട് പ്രതിസന്ധി ഇല്ലെങ്കിലാണ് എനിക്ക് പ്രതിസന്ധി. സക്കറിയ എന്ന മുതലാളി എങ്ങനെയുള്ളൊരു വ്യക്തിയാണ്? ഇപ്പം നമ്മൾ തുണിക്കടയിലൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇരിക്കാൻ സമ്മതിക്കില്ല, ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടുന്നില്ല, ആ ഒരു സമരം നടന്നുകൊണ്ടിരിക്കുകയാണ് തൊഴിലാളികളുടെ ഇടയിൽ. താങ്കൾ എങ്ങനെയാണ്? അല്ല, ഈ ബിസിനസ്സിൽ 4 എമ്മുകളാണ് ഉള്ളത്. അതായത് 1 മെറ്റീരിയൽ, 2 മണി, 3 മെഷീൻ, 4 മെൻ. അപ്പോൾ ഈ 3 നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡീൽ ചെയ്യാം. കാര്യം വെച്ചാൽ അത് അങ്ങനെ വർക്ക് ചെയ്യും, അതിനൊന്നും ജീവനില്ല. പക്ഷെ മനുഷ്യനെന്ന് പറയുന്നത് അങ്ങനെയല്ല, അവർക്ക് ഇമോഷനുണ്ട്. അവർ ചിലപ്പോൾ നമ്മളോട് എപ്പോഴും, നമ്മുടെ നല്ല സ്റ്റാഫിന് എപ്പോഴും നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്ത് തരുന്നവരായിരിക്കത്തില്ല അവർ. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധിയൊക്കെ ഉണ്ടാവും. ഇത് അവരുടെ വർക്കിനകത്തും ഉണ്ടാവും, അല്ലേ? ഉണ്ടാകത്തില്ലേ? അവരുടെ വർക്കിലുണ്ടാവും. ചിലപ്പോൾ നമുക്കിട്ട് അവർ പോലും അറിയാതൊരു പണി, അവരെല്ലാം മനുഷ്യരാണല്ലോ, നമുക്കിട്ട് പണി തരും ഒക്കെ ചെയ്യും. അപ്പോൾ ഇവരെയൊക്കെ ഞാൻ ഈ 4ാമത് പറഞ്ഞ എമ്മായിട്ട് കണ്ടാൽ മതി, അവരെ നമ്മൾ പരിഗണിച്ചാൽ മതി. ഇപ്പം ഞാനൊരു മുതലാളിയൊന്നല്ല, അത് അവിടെ സ്റ്റാഫോട് ചോദിച്ചാൽ അറിയാം. അവിടെ വരുന്നവരാരും അവരായിട്ട് ഒരിക്കലും അവിടെ നിന്ന് പോകത്തില്ല, ഞാനായിട്ട് അവർ പറഞ്ഞു വിടത്തുമില്ല. പിന്നെ മറ്റ് പല കാരണങ്ങൾ കൊണ്ട് അവർക്ക് പോകേണ്ടി വന്നാലേ ഉള്ളൂ. അപ്പം കൂടെ ഉള്ളവരാണ് അത്. ഞാനൊരു ഫാമിലിയാണ്. ഞാൻ ഫാമിലി എന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ മെമ്പേഴ്സിനെ പോലെ തന്നെയാണ് അവർ. അപ്പം അത് അവർക്കും അറിയാം. എങ്ങനെയാണ് സാർ ഈ ക്ലോത്തും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നത്? എങ്ങനെയാണ്?
എവിടെ നിന്നായിരിക്കും പർച്ചേസ് ചെയ്യുന്നത്? ഇന്ത്യയിലെ എല്ലാ ഒട്ടുമിക്ക സ്റ്റേറ്റുകളിലും ഉണ്ട്. ബോംബെ ഉണ്ട്, കൽക്കട്ട ഉണ്ട്, ജയ്പൂരുണ്ട്, പിന്നെ പഞ്ചാബുണ്ട്, വാരണാസി ഉണ്ട്. ഇന്ത്യയിൽ എവിടെ നമ്മുടെ കേരളത്തിൽ പോലും ഉണ്ട്. കേരള സാരി പോലുള്ള മുണ്ട്, അതെ. അങ്ങനെയുള്ള പിന്നെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഈ നമ്മളിപ്പോൾ ഇരിക്കുന്നതിന് 40 കിലോമീറ്റർ ചുറ്റളവിൽ വരെ വലിയ യൂണിറ്റുള്ള ഫാക്ടറി ആയിട്ട് ഇറക്കുന്നത്. എങ്ങനെ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് തുടങ്ങണമെന്ന് അങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ സാറിന്? ആ ബ്രാൻഡിലാണല്ലോ ഇപ്പം എല്ലാം നിലനിൽക്കുന്നത് തന്നെ. ബ്രാൻഡ് എം എന്ന് തന്നെയാണ് എൻ്റെ ബ്രാൻഡ്. എം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, എൻ്റെ വാപ്പയുടെ പേരാണ് അബ്ദുൽ മുത്തലിഫ്. അതാണ് ആ എം. ഓക്കെ. ഇപ്പൊ എല്ലാവരും ഒരു സ്ഥലത്ത് പോയി ക്ലോത്ത് പർച്ചേസ് ചെയ്യുന്നു, അത് കൊണ്ടുവരുന്നു, വിൽക്കുന്നു എന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടാവും, നമ്മുടേതായിട്ടുള്ള ഒരു ഡിസൈൻ രൂപീകരിച്ച് നമ്മുടെ പേരിൽ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വിൽക്കണം എന്നുള്ളത്. അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടോ? എൻ്റെ സ്വപ്നം ബ്രാൻഡാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഒരു ബ്രാൻഡല്ല. അതായത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മുടെ ബ്രാൻഡിൽ ഇറക്കി അങ്ങനെ ബ്രാൻഡ് ആവുക എന്നല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനകത്തായിരിക്കണം ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ പെപ്സി അല്ലെങ്കിൽ ഗ്രീൻ ടീ അങ്ങനെ പല പേരിലുള്ള ബ്രാൻഡ് ഉണ്ടല്ലോ. അത് അവർക്ക് അത് തന്നെയാണ് അവരുടെ പാഷൻ. ആ ഒരെണ്ണത്തിൽ മാത്രമാണ് ചെയ്യുന്നത്. നമ്മളെന്ന് ടെക്സ്റ്റൈൽ ആ ഒരു ബ്രാൻഡ് എം എന്നുള്ളൊരു ബ്രാൻഡാണ് എൻ്റെ ബ്രാൻഡ്. എൻ്റെ സ്വപ്നമെല്ലാം ആ ബ്രാൻഡിലാണ്. അപ്പോൾ ആ ബ്രാൻഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? പലയിടത്ത് എവിടെയാണോ ആൾക്കാരെ സുന്ദരികളും സുന്ദരന്മാരും ആക്കാൻ പറ്റുന്നത്, അതിനുള്ള സാഹചര്യം ലോകത്ത് എവിടെ ഉണ്ടെങ്കിലും ഞാൻ അവിടെ ഇപ്പോൾ എൻ്റെ സ്ഥലം കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കര ഞാൻ കൊണ്ടുവന്നിട്ട് അവരുടെ റിക്വയർമെൻറ്റ് എൻ്റെ അല്ല, അവരുടെ റിക്വയർമെൻറ്റ് എന്താണോ അതിന് നമുക്ക് വീഴ്ച പറ്റുന്നിടമൊക്കെ ഉണ്ടാകും. അതൊക്കെ അപ്ഡേറ്റഡ് ആണ്. ആ എം എന്നുള്ള ബ്രാൻഡ്, അതായത് ഈ ബ്രാൻഡിനെ കുറിച്ച് നമ്മൾ പറയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ വന്ന് ഒരു സാധനം വാങ്ങിച്ചു, കണ്ടിഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ എൻ്റെ സെയിൽസ്മാൻ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റിയും എല്ലാം പറഞ്ഞു തന്നു, നിങ്ങൾ കൺവീനിയൻസ് ആയി, ആ സാധനം നിങ്ങൾ ക്യാഷ് കൊടുത്ത് മേടിച്ചു, ആ സെയിൽ ക്ലോസ് ആയി. അവിടെ തീരുന്നില്ല ബിസിനസ്. നിങ്ങൾ അവിടുന്ന് പോയി, നിങ്ങൾ ആ സാധനം ഉപയോഗിച്ചു, എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വന്നാൽ നിങ്ങൾ നമ്മുടെ ഒരു സ്ഥിരം കസ്റ്റമറായി അല്ലേ. ഇത് നിങ്ങൾ വേറൊരാളോട് പറയുമ്പോൾ, എമ്മിൽ പോയി വാങ്ങിക്കുമെന്ന് പറയുമ്പോൾ അത് ബ്രാൻഡായി. അതാണ് ബ്രാൻഡ്. എൻ്റെ മനസ്സിലുള്ള ഒരു വിഷൻ, എൻ്റെ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അതാ. ആ റെഫറൻസിൽ കൂടി ആ ഒരു ബന്ധം മുറിയാതെ കൊണ്ടുപോവുക. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ അതിങ്ങനെ അതിൻ്റെ നമ്പേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. അതൊരു ബ്രാൻഡായിട്ട്. ഇപ്പൊ ഒരു വസ്ത്രവ്യാപാരം എന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ പിന്നെ ഒരു കാഴ്ചപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? സാറിന്റെ ഒരു സൗന്ദര്യത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയാണ്? അയ്യോ, എന്നെക്കുറിച്ച് വേണമെങ്കിൽ ഞാനൊരു വായ നോക്കിയ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ വേറെ ഇരിക്കുന്ന ഡ്രസ്സാണ് നോക്കുന്നത്. ഇപ്പോൾ നിങ്ങളിട്ടിരിക്കുന്ന ഡ്രസ്സ് നോക്കുന്നത് നിങ്ങളുടെ ശരീരത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ നിറത്തിന്, നിങ്ങളുടെ വെയിറ്റിന് മാച്ച് ചെയ്യുന്ന ഡ്രസ്സാണോ? അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഇതിലേക്ക് നമ്മുടെ നോട്ടം. ആ ഒരു സൗന്ദര്യ സങ്കല്പം നമുക്കുണ്ട്. അപ്പോൾ അവിടെ ഞാൻ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്. എൻ്റെ പർച്ചേസർ ഞാൻ തന്നെയാണ്. പിന്നെ അത്യാവശ്യം ഞാൻ ഇല്ലെങ്കിൽ മാത്രം 1-2 ആൾക്കാർ ഡീൽ ചെയ്യുന്നില്ല. ബാക്കി മൊത്തം ഞാൻ തന്നെ പോയി പർച്ചേസ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ എനിക്ക് കിട്ടുന്നത് ആരും പോകാത്ത സ്ഥലത്തു നിന്നായിരിക്കും. ഒരു സാധനം കാണുമ്പോൾ എൻ്റെ കൂടെ വരുന്ന ആൾ പറയും ഇത് വേണ്ട കൊള്ളത്തില്ലെന്ന് പറയും. അപ്പോൾ എനിക്കറിയാം ഇത് ഇന്ന ആൾ ഇടുമെന്ന്. അല്ലാതെ ഇത്ര വ്യത്യാസമല്ലേ. ഇപ്പം നിങ്ങളിട്ടിരിക്കുന്നതല്ല ഞാൻ ഇട്ടിരിക്കുന്നത്. നിങ്ങളത് ഓക്കെയാണ്, കംഫർട്ടാണ്. എനിക്ക് ഈ നിറമാണ് വേണ്ടത്, അല്ല വേറെ ആൾക്ക് നമുക്ക് ആർക്കും ഇഷ്ടപ്പെടാത്തതാണ് വേണ്ടത്. അവർക്കെല്ലാം വേണ്ടി നമ്മൾ ഈ സാധനം കൊണ്ടുവരേണ്ടതുണ്ട്. അപ്പോൾ നിറങ്ങളിൽ നല്ല നിറവും ചീത്തയുണ്ടോ? എല്ലാ നിറവും നല്ലതാണ്. നമുക്ക് കൊള്ളാത്ത ഒരു നിറവുമില്ല. പക്ഷെ അത് ആര്, എങ്ങനെ, എപ്പോൾ. അപ്പം അത് നല്ല സൗന്ദര്യ സങ്കല്പം വേണം, ഉണ്ടായേ പറ്റൂ. അത് തന്നെയാണ് നമ്മുടെ ഒരു പാഷൻ. നമ്മുടെ ഒരു സാധനം ഇങ്ങനെ റോഡിൽ കൂടെ ആൾക്കാർ ഇട്ടുകൊണ്ട് പോകുന്നത്, നമ്മൾ പർച്ചേസ് ചെയ്ത സാധനം നമുക്കറിയാമല്ലോ, എനിക്കറിയാം. അതായത് നീ എത്ര കോടി രൂപയുടെ സാധനം ഞാൻ എടുത്താലും ഞാൻ കണ്ട സാധനം ഒരാൾ എവിടെയെങ്കിലും വെച്ചിട്ട് അത് കണ്ടാൽ അത് ഞാൻ എടുത്താൽ അപ്പം നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ. അത് ഭയങ്കര വല്ലാത്തൊരു അനുഭൂതിയാണ്. ഭാര്യ, കുട്ടികൾ, പാരൻസ് ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ട് എങ്ങനെയാണ് ബിസിനസ്സിലേക്ക് കടന്നു വന്നപ്പോൾ? ഭാര്യയാണ് നല്ല സപ്പോർട്ട്. ഭാര്യ എന്നെ പോലെ തന്നെയാണ്. അവർക്കും ആള് ഡിസൈനറാണ്, ഫാഷൻ ഡിസൈനറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തമ്മിലുള്ള ഐഡിയ എന്ന് പറയുന്നത് ഇതിനകത്താണ്. നമ്മുടെ ബിസിനസ്സിനകത്ത് ഉള്ള കാര്യങ്ങളാണ്. അതായത് സെലക്ഷൻ, അത് വേണ്ട ഇത് വേണമായിരുന്നു എന്നൊക്കെ പറയുന്നത് ഞങ്ങൾ തമ്മിലുള്ള രണ്ടുപേരും ഒരേ ഫീൽഡിലുള്ളവരാകുമ്പോഴത്തേനെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികളൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും. അത് ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്, ഓക്കെയാണ്, പ്രശ്നമല്ല. പിന്നെ 4 മക്കളാണ്. മോളും ഇത് തന്നെയാണ് അവിടെ. അപ്പോൾ അവിടെ ഇടുന്ന ഡ്രസ്സൊക്കെ കണ്ടിട്ട് അവൾ തന്നെ സ്വന്തമായിട്ട് അവിടെ നിന്ന് തന്നെ തുണി മുറിച്ച് അവിടെ തന്നെ അവൾ തന്നെ പറഞ്ഞെടുപ്പ്
നമുക്കവിടെ ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ട്. പക്ഷെ എന്നാലും അവള് നമ്മളെ സപ്പോർട്ട് ചെയ്യത്തില്ല കേട്ടോ. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് അവൾക്ക് അവരുടേതായ, അപ്പം ഞാൻ അവിടെ നിർബന്ധിക്കാറുമില്ല. ഓരോരുത്തർക്കും ഒരേ ഇഷ്ടങ്ങളാണല്ലോ. വാപ്പായുമായി മരിച്ചുപോയി. രണ്ടുപേരും ഇപ്പം അടുത്ത 3 വർഷമായിട്ട് അവർക്ക് ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല. എൻ്റെ വാപ്പ 2 ജോഡി ഡ്രസ്സ് മാത്രം ഇടുന്ന ആളായിരുന്നു. ഒരെണ്ണം ഇടാനും ഒരെണ്ണം കൈവിടാനും, അത് മാറി എടുക്കുന്ന ആളാണ്. എൻ്റെ കല്യാണത്തിന് ഞാനൊരു 6 അണ്ടർ ഗാർമെൻറ്റ്സ് എടുത്തതിന് വാപ്പ എന്തുകൂടെ വീട്ടിൽ ജൗളിക്കട തുടങ്ങാൻ പോകുന്നു. അപ്പം അതാണ് എൻ്റെ പേരൻസിൻ്റെ ഒരു സപ്പോർട്ട്. ഇപ്പൊ കുറഞ്ഞ സമയം കൊണ്ട് സാറിന്റെ ബിസിനസ് നല്ല രീതിയിൽ, എനിക്ക് തോന്നുന്നു 3 വർഷമായിട്ടുള്ളൂ AM സിൽക്സ് വന്നിട്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ ബിസിനസ് ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ടോ ഇതിനിടയ്ക്ക്? ടെക്സ്റ്റൈൽസിൽ ഇല്ല. അതിൻ്റെ ബാക്കിയുള്ള ഞാൻ എൻ്റെ പലചരക്കടയുടെ കാര്യം പറഞ്ഞു. ഞാൻ ഈ തോൽവികളുടെ ഒരു തോഴനായിരുന്നു. എന്നുവെച്ചാൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തോൽവിയെ ഭയപ്പെടാൻ പാടില്ല എന്ന്. നിങ്ങൾ തോറ്റുപോയി എന്നേക്കും നിങ്ങൾ തോറ്റുപോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൾക്കാരെ നയിക്കാൻ പറ്റും. നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നിങ്ങൾ സക്സസ് ആയി കഴിഞ്ഞാലോ നിങ്ങൾ പിന്നെ ലീഡറായി. നിങ്ങൾക്ക് പിന്നെ ഒന്നും പേടിക്കാനില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് സംഭവിക്കാനുള്ളത്. അത് ഏത് ബിസിനസ്സിലും നേരത്തെ തുടക്കക്കാരോട് പറയാനുള്ള ഇത് ചോദിച്ചില്ലേ, ഏത് ബിസിനസ്സിലും 98% പരാജയപ്പെടാനുള്ള സാധ്യത, 2% വിജയിക്കാനുള്ള സാധ്യത. അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത് ധൈര്യമായിട്ട് തുടങ്ങിക്കോളാം, എന്ന് തന്നെ തുടങ്ങിക്കോളാം. അത് ഈ 2% കിട്ടുന്നത് എങ്ങനെയാണ്? ഇവർ പഠിക്കുക ചെയ്യുന്നത്. നിങ്ങൾ ഇട്ടേച്ച് പോകരുത്. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ മടുത്ത് ഇട്ടിട്ട് പോകരുത്. ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടി ആണ് ഈ ബിസിനസ് തുടങ്ങുന്നത്, ഈ ടെക്സ്റ്റൈൽ ഹോൾസെയിൽ തുടങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രതിസന്ധിയും പ്രയാസവും കണ്ടിട്ട് അവൻ തന്നെ തലയിൽ കൈ വെച്ച് പോയി അവൻ ഇട്ടേച്ച് പോയി. ഞാൻ അവൻ്റെ കാല് പിടിച്ചില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് കാല് പിടിച്ചു. ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്, ഇപ്പോഴും ഫ്രണ്ടാണ്, എല്ലാ സപ്പോർട്ടും ഉണ്ട്. എന്ന് രാവിലെ വൈകിട്ട് 3 ഞങ്ങൾ കാണുന്നവരാണ്, എല്ലാം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇത് കഴിഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് തന്നെയാണ് പോവുകയും ചെയ്യുന്നത്. അവനിത് കേൾക്കുകയും ചെയ്യും. അവന് പറ്റുന്നില്ല, അത്ര പെയിൻ എടുക്കാൻ അവന് പറ്റത്തില്ല. ഈ പ്രതിസന്ധി ഉണ്ടല്ലോ, അതിനെ നമ്മൾ മാറ്റി കൊണ്ടുപോകാം. നമുക്കൊരു സാധനം കുരുക്കായിപ്പോൾ എന്ത് ചെയ്യുക, ആ കുരുക്ക് പുറത്ത് നമുക്ക് കിടക്കണമെങ്കിൽ ഈ കുരുക്ക് മൊത്തം അഴിച്ചെങ്കിലും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഈ കുരുക്ക് ഓരോന്നും അഴിച്ചത് കംപ്ലീറ്റ് ആകുമ്പോൾ നിങ്ങൾ എവിടെ എത്തിയിട്ടുണ്ടാവും? സക്സസ് തീർച്ചയായിട്ടും അവിടെ എത്തും. പണ്ട് 1600 രൂപ CC അടയ്ക്കാൻ പൈസ ഇല്ലാത്തവർ ഇന്ന് BMW CC കൃത്യമായിട്ട് അടയ്ക്കുന്നുണ്ട്. എങ്ങനെ? അവൻ തുടങ്ങിയത് 1400, അതൊരു ഹാബിറ്റാണ്. അത് ചെയ്യാനുള്ളൊരു അതവൻ ചെയ്യുന്നു. ഓരോന്ന് ചെയ്ത് ഞാൻ ഒരു മാരത്തോൺ റണ്ണറാണ്. 21 കിലോമീറ്റർ ഞാൻ ഓടും. അപ്പോൾ 21 കിലോമീറ്റർ അല്ല നമ്മുടെ ടാർഗറ്റ്, ആദ്യത്തെ 500 മീറ്ററാണ്. 500 മീറ്റർ ഞാൻ ഓടും, അത് ഗ്യാരണ്ടിയാണ്. ആ 500 മീറ്റർ കഴിയുമ്പോൾ എൻ്റെ ടാസ്ക് കൂടും, അടുത്ത 500 മീറ്റർ. അങ്ങനെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് 21 കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങളെ അത്ഭുതപ്പെട്ട് ഞാനാണ് ഓടിയെന്ന്. അപ്പം പ്രതിസന്ധി ഇല്ലാത്ത ഒരു മേഖലയില്ല. അപ്പം തോൽക്കാൻ നമുക്കൊരിക്കലും ഭയം ഉണ്ടാകരുത്. തോൽവികളുടെ തോഴന്മാരെ ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളൂ. തോൽക്കാത്ത ഒരു ബിസിനസ് ലോകത്തില്ല. എന്നും തോൽക്കുന്നവർ ശുഭാപ്തി വിശ്വാസക്കാരല്ല. അവൻ്റെ പ്രതീക്ഷയുണ്ട്, എന്നാണ് ഞാൻ ജയിക്കുക എന്നല്ലേ. പക്ഷേ ജയിക്കുന്നവനോ, ജീവിതം തോറ്റിട്ടില്ലാത്തവനോ, അവൻ്റെ ഭയത്തിലാണ് അവൻ ജയിക്കുന്നത്, എന്നാണ് ഞാൻ തോൽക്കുക. അപ്പോൾ എന്നും തോറ്റവനോ ഒരു വട്ടം കൂടി തോക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇനി തോറ്റാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അവന് പ്രീവിയസ് ഹിസ്റ്ററി ഉണ്ട് അവൻ്റെ അടുത്ത്, എങ്ങനെ ഇരിക്കുമെന്ന്. അവന് ഒട്ടും പേടിക്കാനില്ല. അത് അവിടെ നിന്ന് കിട്ടുന്നൊരു ചങ്കൂറ്റമുണ്ട്, ഈ തോൽവിയിൽ നിന്ന് കിട്ടുന്നൊരു ചങ്കൂറ്റമുണ്ട്. പണ്ട് 10ാം ക്ലാസ്സിൽ തോറ്റവർക്ക് സമ്മാനം കൊടുത്തപ്പോൾ കുറച്ച് കുട്ടികളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു, ഞങ്ങൾക്ക് എന്താ തോറ്റുകൂടെ എന്ന്. അതായിരിക്കണം നമ്മൾ തോൽക്കാൻ എന്താ കുഴപ്പം? തോറ്റാൽ എന്താ നാണക്കേട്? ജീവിതത്തിൽ തോറ്റിട്ടുള്ളവരാണ് എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരുപാട് വട്ടം തോറ്റിട്ടുണ്ട്. അതിൻ്റെ തോൽവി നമുക്കൊരു ഭയമില്ല. നിങ്ങൾ എത്ര വട്ടം വീണു എന്നല്ല കാര്യം, എത്ര വട്ടം വീണെടുത്തുനിന്ന് എഴുന്നേറ്റു എന്നതിനകത്ത കാര്യം. അതിന് ചങ്കൂറ്റുള്ള ആർക്കും ചെയ്യാവുന്നൊരു കാര്യമാണ് ബിസിനസ്, വളരെ ഈസിയാണ്. കുറച്ച് റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ ചോദിക്കാം സാറിൻ്റെ അടുത്ത്, പെട്ടെന്നൊരു ആൻസർ, അതിൻ്റെ ഒരു റീസൺ കണ്ണിയായിട്ട് എടുത്താൽ മതി. ഓക്കെ. ഇപ്പൊ സാറിൻ്റെ ഒരു ന്യൂ മോഡൽ സാരി ലോഞ്ച് ചെയ്യുന്നു. ആരായിരിക്കും മോഡലായിട്ട് സാറ് മനസ്സിൽ വിചാരിക്കുന്ന ഒരാൾ? എൻ്റെ ഭാര്യ. അയ്യോ, ഞാൻ ഒന്ന് പറയാം, എന്തായാലും ആൻസർ കിട്ടി. ഓപ്ഷൻസ് എനിക്ക് ഓപ്ഷൻ ഇല്ലെന്ന് വിചാരിച്ചു. ചോദിച്ചോ. ഒന്ന് ഹണി റോസ്, രേണു സുധി, നയൻതാര, സാറിന്റെ ഭാര്യ. ഇതായിരുന്നു എന്റെ ഓപ്ഷൻസ്. എന്തായാലും എന്റെ ഓപ്ഷൻസ് കേൾക്കും മുമ്പ് തന്നെ സാറ് എനിക്ക് ആൻസർ തന്നു. വളരെ സന്തോഷം.
കേൾക്കുന്ന വയസ്സിനും ഒരുപാട് സന്തോഷമാണെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത് കിഡ്സ്, വെസ്റ്റേൺ, സാരി, ചുരിദാർ, മെൻസ്. ഏതായിരിക്കും ചൂസ് ചെയ്യുന്നത്? ചുരിദാർ. റീസൺ? അത് ഞാൻ ആദ്യം എനിക്ക് സാരി എന്തോന്ന് അറിഞ്ഞൂടായിരുന്നു. മെൻസ് എനിക്ക് ആകെ അറിയാവുന്നത് എനിക്ക് ഡ്രസ്സ് എടുത്തുള്ള പരിചയം മാത്രമാണ്. കിഡ്സും ഞാൻ ചെയ്തിട്ടുള്ളതല്ലായിരുന്നു. ചുരിദാറിൽ ഞാൻ മാസ്റ്ററാണ്. ഓ. അപ്പോൾ അതിനെനിക്ക് ട്യൂഷൻ കൊണ്ട് ആവശ്യമില്ല. ഞാൻ ചെയ്തത് അതായത് 2 വർഷത്തോളം ഞാൻ ചുരിദാർ എനിക്ക് അതിനകത്ത് ഭയങ്കര നോളജാണ് എനിക്ക്. ബാക്കിയുള്ളതൊക്കെ എനിക്ക് മറ്റുള്ളവരുടെ സഹായം വേണം. ചുരിദാർ എടുക്കാൻ എനിക്ക് ആരുടെ സഹായം വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓക്കെ. വസ്ത്രവ്യാപാര രംഗത്ത് ഏറ്റവും കൂടുതൽ ഫാഷൻ സെൻസ് ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ഒരു വ്യക്തി. ഞാൻ ഓപ്ഷൻസ് പറയാം. പൂർണിമ ഇന്ദ്രജിത്ത്, സരിത ജയസൂര്യ, നമിത പ്രമോദ്, കാവ്യ മാധവ്. പൂർണ്ണിമ ഇന്ദ്രജിത്ത്. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ എനിക്ക് പെട്ടെന്ന് അവരിലേക്ക് പോവാം. ഓക്കെ ഓക്കെ. സാറിന്റെ ഒരു ക്യാരക്ടറിൽ നമുക്കൊരു സ്വഭാവം മാറ്റിവെക്കാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും മാറ്റിവെക്കുക? അഹങ്കാരം, അലസത, ദേഷ്യം, ഉത്കണ്ഠ. ദേഷ്യം. ഭയങ്കര ഭീഷുകാരനാണോ? ബാക്കിയൊന്നും എനിക്കില്ല. എനിക്കുള്ളത് അതാണ്. മുംബൈ, ജയ്പൂർ, ഹൈദരാബാദ്, സൂറത്ത്. ഏതായിരിക്കും? മുംബൈ. കാരണം എനിക്ക് മുംബൈയിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. തിരിച്ച് ഇങ്ങോട്ട് ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് കയറി മുംബൈയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ എനിക്കെന്തോ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോയ പോലെ. ഈ ഒരു ഫാഷൻ്റെ ഒരു ലോകം മുംബൈ എന്ന് പറയുന്നത്. മുംബൈയാണ് ലോകത്തിൻ്റെ നമ്പർ 1 എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പാരീസൊക്കെ നമ്മൾ പറയുമെങ്കിലും മുംബൈ തന്നെയാണ്. റാപ്പിഡ് ഫയർ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഇനി ജസ്റ്റ് ഒരു ഫണ്ടിന് വേണ്ടിയിട്ട് ചോദിച്ചതാണ്. ഇനിയുള്ള വർഷങ്ങളിൽ എന്താണ് സാറിന്റെ ഡ്രീം? ഇതിൻ്റെ ഷോപ്പുകളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത്. ഇല്ലാത്ത കേരളത്തിൽ എല്ലായിടത്തും AM എന്നുള്ള ബ്രാൻഡ് ഇങ്ങനെ അത് നാളെയാണോ മറ്റന്നാളാണോ 10 കൊല്ലം കഴിയാണോ എന്ന് എനിക്കറിയത്തില്ല. വളരെ എളുപ്പമാവട്ടെ. അതെ. അപ്പോൾ ഒരുപാട് ചിരിപ്പിച്ചും ഒരുപാട് ചിന്തിപ്പിച്ചും നമുക്കൊക്കെ ഇൻസ്പിറേഷൻ തരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. കൊട്ടാരക്കരയിൽ തന്നെ ഏറ്റവും വലിയ ടെക്സ്റ്റൈൽസിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ സക്കറി ആയിരുന്നു. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനിയുള്ള വർഷങ്ങളിൽ AM സിൽക്സ് ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപിച്ച് ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.